നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഷമേ, മോളെ ശ്യാമേ, കേൾക്കുന്നില്ലെന്നുണ്ടോ? വാങ്ങിക്കും മോളെ. ഇനി ഭർത്താവിന് കൊടുത്തോളൂ. ഷമേ, കൊടുക്ക. മോളെ, കഴിഞ്ഞോ? എന്താ ഇത്ര തിരക്ക്? അവിടെ ഇരിക്കു കുട്ടി. ഇനി എനിക്ക് എണീക്കാമോ? പൂജയുടെ ചിട്ടവട്ടങ്ങളെ പറ്റി കുട്ടിക്ക് വേണ്ടത്ര പിടിയില്ലാത്തതിനാൽ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ദീർഘമാംഗല്യത്തിനായി കയ്യിൽ പൂജിച്ച് ബന്ധിച്ചിരിക്കുന്ന ഈ ചരട് നാളെ പൂജാവിധി പ്രകാരമല്ലാതെ അഴിക്കാൻ പാടില്ല. വ്രതസമയത്ത് മത്സ്യമാംസങ്ങളും വർജിക്കണം. ചിട്ടകളിൽ എന്തെങ്കിലും പിഴവുണ്ടായാൽ വെള്ളത്തിൽ വരച്ച വര പോലെയാകും ദാമ്പത്യ പൂജ. ഒരു ഫലവും ഉണ്ടാകില്ല. ചിട്ടകളൊക്കെ പാലിച്ചോളം തിരുമേനി. നീ പാലിക്കും അല്ലേ? ഇപ്പോഴല്ലേ ഇതിന്ന് പുറത്തു കടക്കാൻ ഒരു വഴി കിട്ടിയത്. ചിട്ടവട്ടങ്ങൾ തെറ്റിച്ചാ മതിയല്ലോ. ഞാൻ പൊട്ടിച്ച് കൈ തരാം. ദീർഘമാകല്യവും 7 ജന്മങ്ങളിലെ ദാമ്പത്യവും സന്താന ഭാഗ്യവും എല്ലാം പൊട്ടിച്ച് കൈ തരാം ഞാൻ. ആ, ഇനി പ്രാർത്ഥിച്ചിട്ട് എണീക്കാം. എനിക്ക് റൂമിലേക്ക് പോണം. മോളെ, ഞാനിപ്പോ തന്നെ ഇറങ്ങും. അവിടെ ഹോട്ടലില് വിട്ടിവേഷം കെട്ടിച്ച് മതിയായി കാണുമല്ലോ. മോളെ. അമ്മ പോയിക്കോ. സത്യമേ, ഞാൻ റൂമിലേക്ക് പോയിക്കോട്ടെ? പൊയ്ക്കോ. എന്റെ പൊന്നി ജയ്സമ്മേ, ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെ. ആ ഡോക്ടർ വച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം മണ്ണിന് മീതെ ഇല്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ.
ആ കൊച്ചിനെയല്ലേ രാജീവിന് കല്യാണം ആലോചിച്ചത്? ആന്ന്. പിന്നെ ആ നരകക്കുഴി പോയി പെട്ടു. ഉം. എന്ത് ചെയ്യാനാ? തലേ വരെ തൂത്താലും തുടച്ചാലും മായോ? എല്ലാത്തിനും ഒരു യോഗം വേണം വിജയ്. വിദ്യാഭ്യാസം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആട്ടെ, വിജയലക്ഷ്മി ഏതുവരെ പഠിച്ചു? അല്ല, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഉം. ഞാനൊക്കെ അങ്ങ് കുറെ പഠിച്ചതാ. ഉം. ഉം. ചായ. ചായ. എനിക്ക് വേണ്ട നിന്റെ ചായയും കുയ്യൊന്നും. നിനക്കെന്താ അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? അമ്മയ്ക്ക് ജോലിയില്ലാത്തോണ്ടാണോ ഇവിടെ വന്നിരിക്കുന്നേ? തർക്കുത്തരം പറയുന്നോടി. നിങ്ങൾ കണ്ടോ, ഇതാ ഇവളുടെ മട്ടുമാതിരി. ചോവിട്ടി നട്ടലൂരിയോ വേണ്ടേ? അതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ കൊച്ചെ, മറുപടി പറയുന്നതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട്. നിന്റെ അമ്മയുടെ സ്ഥാനത്താ ഈ സ്ത്രീ. അവരോട് സ്നേഹവും ബഹുമാനവും കാണിച്ചു വേണം നിൽക്കാൻ. കെട്ടിക്കേറി വന്നപ്പോഴേ ഞാൻ എന്റെ മാത്തുക്കുട്ടി ചായന്റെ അമ്മയുടെ മുഖത്ത് പോലും നോക്കത്തില്ലായിരുന്നു. അല്ലയോ? ഇവിടെ ഇപ്പൊ ഞാൻ എന്ത് മര്യാദകേട് കാട്ടിയെന്നാ? ഹാ, നീ പിടിച്ച മുയലിന് 4 കൊമ്പ്. അത് തന്നെ നടക്കട്ടെ. വിജയേ, ഇത് ശരിയാകും തോന്നില്ല. തല്ലാനും കൊല്ലാനും ഒന്നും നിക്കണ്ട. ഈ പെണ്ണിന്റെ അപ്പനെയും അമ്മയും വിളിച്ചു വരുത്തി വീട്ടിൽ പറഞ്ഞുവിടാൻ നോക്ക്. ആ, അത് തന്നെ. ഈ ചായ എന്തോ ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ. ഹാ, പഞ്ചസാര ഇട്ടില്ലേ? എനിക്കൊരു വലിയ കുറവുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ. ആ കുറവ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിലും കാണും. നോക്കിയപ്പോ പഞ്ചസാര കണ്ടില്ല. പകരം വാഷിംഗ് മെഷീന്റെ മുകളിലിരുന്ന് ഒരു വെളുത്ത പൊടി ഇട്ടിട്ടുണ്ട്. അയ്യോ, എന്റെ കർത്താവേ. അയ്യോ, എന്റെ ഭർത്താവ് വാടക കൊടുക്കുന്ന വീടായത്. ഈ വരാന്തയിൽ വന്ന് കയറിയിരുന്ന് ഞാനില്ലാത്തപ്പം എന്നെ പറ്റി അബോധം പറയുകയും കുറ്റവിചാരണ നടത്തുകയും ചെയ്ത അലക്കുപൊടിയിട്ട ചായ കുടിക്കേണ്ടി വന്നേക്കാം. മേൽക്കൂരേന്നൊരു ഓടിളക്കി തലയിൽ വീണേക്കാം. അടുക്കളേന്നൊരു തീക്കൊള്ളി പാഞ്ഞു വന്ന് മുഖത്ത് കൊള്ളുകയോ ചെയ്താ സഹിച്ചോണം. വിജയലക്ഷ്മി, ഞങ്ങൾ ഇറങ്ങുക. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ കാര്യം? എന്നാ ചെല്ല്. സ്വന്തം കുടുംബത്തിലെ മക്കളും മരുമക്കളൊക്കെ വേലി ചാടുന്നുണ്ടോ, കയറ് പൊട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.